നമസ്കാരം. മലമ്പുഴ ഗവൺമെൻറ് ITI ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീജ രാജീവ്, നെമ്മാറ ഗവൺമെൻറ് ITIയിലെ ES ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ക്വാളിറ്റി ടൂൾസ് എന്താണെന്നാണ്. നമുക്കറിയാം, ക്വാളിറ്റി ക്യാൻ മേക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സക്സസ് ആൻഡ് ഫെയിലിയർ ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്. ഏത് ഓർഗനൈസേഷൻ്റെയും അതിജീവനം അത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ക്വാളിറ്റിയുടെ തോത് അറിയുന്നതിന് വേണ്ടി എല്ലാ ഓർഗനൈസേഷനും ക്വാളിറ്റി ടൂൾ ഉപയോഗിക്കുന്നു. ക്വാളിറ്റി ടൂൾസ്. ഇൻട്രൊഡക്ഷൻ. ക്വാളിറ്റി ടൂൾസ് ആർ സിമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ്ഡ് ഫോർ പ്രോബ്ലം സോൾവിങ്. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിനെയാണ് നമ്മൾ ക്വാളിറ്റി ടൂൾസ് എന്ന് പറയുന്നത്. These tools were developed in Japan or introduced in Japan by the quality professionals Deming and Juran. ഡെമിങ്ങും ജുറാൻ എന്നുള്ള ക്വാളിറ്റി പ്രൊഫഷണൽസ് ആണ് ഈ ടൂൾസ് ഡെവലപ്പ് ചെയ്തത്. ദീസ് ടൂൾസ് ഹാഡ് ഒബ്ജക്റ്റിവിറ്റി ആൻഡ് അക്യുറസി ടു ഒബ്സർവേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ നമ്മുടെ നിരീക്ഷണങ്ങളിലുള്ള കൃത്യത നിർവഹിക്കാനും നല്ലൊരു തീരുമാനമെടുക്കാനും നമ്മളെ സഹായിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ക്വാളിറ്റി ടൂൾസിലെ ഉൾപ്പെട്ടിട്ടുള്ള 7 ക്വാളിറ്റി ടൂൾസാണ്. 7 ടൂൾ ഓഫ് ക്വാളിറ്റി. ഫസ്റ്റ് വൺ ചെക്ക് ഷീറ്റ്, സെക്കൻഡ് വൺ ഹിസ്റ്റോഗ്രാം, തേർഡ് വൺ പരീറ്റോ ഡയഗ്രാം, ഫോർത്ത് വൺ കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം, ഫിഫ്ത്ത് വൺ സ്ട്രാറ്റിഫിക്കേഷൻ, സിക്സ്ത് വൺ സ്കാറ്റർ ഡയഗ്രാം ആൻഡ് സെവൻത്ത് വൺ കൺട്രോൾ ചാർട്ട്. ഫസ്റ്റ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ചെക്ക് ഷീറ്റ് എന്താണെന്നാണ്, ഏത് സമയത്താണ് നമ്മൾ ചെക്ക് ഷീറ്റ് ഉപയോഗിക്കുക എന്നുള്ളതുമാണ്. ചെക്ക് ഷീറ്റ് എ സ്ട്രക്ചേർഡ് ഫോം ഫോർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ. ഡാറ്റാസ് ഒരു ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ ഡാറ്റാസ് ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രക്ചേർഡ് ഫോമാണ് ചെക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ബൈ കളക്ടിങ് ഡാറ്റ എ ടീം ക്യാൻ make better decisions, solve problems faster, earn management support. ഒരു ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടീമിന് അതിലൂടെ നേടാൻ കഴിയുന്നത് നല്ലൊരു തീരുമാനമെടുക്കാനും അതേപോലെ തന്നെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എളുപ്പത്തിൽ പരിഹരിക്കാനും അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് നേടിയെടുക്കാനും കഴിയുന്നു. നെക്സ്റ്റ്, റെക്കോർഡിംഗ് ഡാറ്റ ഷീറ്റ്. വെൻ ടു യൂസ്. എപ്പോഴാണ് നമ്മൾ ഈ ചെക്ക് ഷീറ്റ് ഉപയോഗിക്കുന്നത്? ഡാറ്റ ക്യാൻ ബി ഒബ്സർവ്ഡ് ആൻഡ് കളക്റ്റഡ് റിപ്പീറ്റഡ്ലി ബൈ ദി സെയിം പേഴ്സൺ ഓർ സെയിം ലൊക്കേഷൻ. ഒരു ഡാറ്റ നമ്മൾ നിരീക്ഷിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നത് ഒരേ വ്യക്തിയിൽ നിന്നോ ഒരേ സ്ഥലത്തു നിന്നോ ആണെങ്കിൽ അതൊരു റിപ്പീറ്റഡ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾക്ക് ചെക്ക് ഷീറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് കളക്ടിങ് ഡാറ്റാസ് ഓൺ ദി പാറ്റേൺസ് ഓഫ് ഇവൻറ്റ്സ്, പ്രോബ്ലംസ്, ഡിഫക്റ്റ് ലൊക്കേഷൻ, ഡിഫക്റ്റ് കോസസ് എക്സെട്ര. നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഇവൻറ്റ്സിൻ്റെ മാതൃക എങ്ങനെയാണ്, അതേപോലെ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, പോരായ്മകളുടെ ലൊക്കേഷൻ എന്തൊക്കെയാണ്, ഡിഫക്റ്റ് എങ്ങനെയാണ് അതുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ഷീറ്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഹിസ്റ്റോഗ്രാമിനെ കുറിച്ചാണ്. ഹിസ്റ്റോഗ്രാം ഈസ് എ ബാർ ചാർട്ട് ഷോയിങ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയബിൾസ്. വിവിധ വിഭേദകങ്ങളുടെ വിതരണം നടത്തുന്നത് കാണിക്കുന്നതാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ബാർ ചാർട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദി കോസ് ഓഫ് പ്രോബ്ലംസ് ഇൻ ദി പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. വിതരണത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ പ്രോബ്ലമാണ് നമ്മൾക്കുണ്ടാകുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹിസ്റ്റോഗ്രാം സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പ്രൊവൈഡ് എ സിമ്പിൾ ഗ്രാഫിക്കൽ വ്യൂ ഓഫ് അക്യൂമുലേറ്റഡ് ഡാറ്റ. നമ്മൾ ശേഖരിക്കപ്പെട്ട ഡാറ്റയിലൂടെ ഡാറ്റ നമ്മളൊരു സിമ്പിൾ ഗ്രാഫിക്കൽ വ്യൂ ആണ്, അത് നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഹിസ്റ്റോഗ്രാമിൽ. ഇനി എപ്പോഴാണ് നമ്മൾ ഈ ഹിസ്റ്റോഗ്രാം നമ്മൾ യൂസ് ചെയ്യാൻ കഴിയുന്നത്? ഡാറ്റ ആർ ന്യൂമറിക്കൽ. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ സംഖ്യയിൽ അധിഷ്ഠിതമാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നു. ഡ്യൂറിങ് അനാലിസിസ് എ പ്രോസസ് ക്യാൻ മീറ്റ് ദി കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സ്. ചില സമയത്ത് നമ്മൾ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആ സമയത്തൊരു വിശകലനം നടത്താനും
ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്തുന്നു. അനലൈസ് ദി ഔട്ട്പുട്ട് ഫ്രം ദി സപ്ലയേഴ്സ്. അതുപോലെ തന്നെ സപ്ലയേഴ്സിൽ നിന്നുള്ള, നമ്മുടെ വിതരണക്കാരിൽ നിന്നുള്ള ഔട്ട്പുട്ട് വിശകലനം ചെയ്യാനും ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്തുന്നു. ടു സീ ദി പ്രോസസ് ഓഫ് ചേഞ്ച് ഫ്രം വൺ ടൈം പീരീഡ് ടു അനദർ. ഒരു സമയപരിധിയിൽ നിന്നും മറ്റൊരു സമയപരിധിയിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഹിസ്റ്റോഗ്രാം സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ ക്വിക്ക്ലി ആൻഡ് ഈസിലി ടു അതേഴ്സ്. വളരെ പെട്ടെന്ന് തന്നെ, അതുപോലെ തന്നെ എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഹിസ്റ്റോഗ്രാം സഹായിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ ടൂള് പരീറ്റോ ചാർട്ടാണ്. ദിസ് ടൂൾ ഈസ് എ ഗ്രാഫിക്കൽ പിക്ചർ ഓഫ് ദി മോസ്റ്റ് ഫ്രീക്വൻറ്റ് കോസസ് ഓഫ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഒരു പ്രത്യേക പ്രശ്നമുണ്ടാകുമ്പോൾ എന്താണ് ആ പ്രശ്നത്തിനുണ്ടാകുന്ന കാരണങ്ങളെന്ന് നമ്മൾ പിക്ചറൈസ് ചെയ്ത് കാണിക്കുന്ന ടൂളാണ് പരീറ്റോ ചാർട്ട് എന്ന് പറയുന്നത്. ദി പരീറ്റോ ഷോസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐറ്റംസ് ആൻഡ് അറേഞ്ചസ് ദം ഫ്രം ദി മോസ്റ്റ് ഫ്രീക്വൻറ്റ് ടു ദി ലാസ്റ്റ് ഫ്രീക്വൻറ്റ് വിത്ത് ദി ഫൈനൽ ബാർ. ഏറ്റവും കൂടിയ ലെവലും ഏറ്റവും കുറഞ്ഞ ലെവലും കൃത്യമായി ഗ്രാഫിലൂടെ കാണിക്കുന്നതാണ് പരീറ്റോ ചാർട്ട്. എപ്പോഴാണ് നമ്മൾ ഈ പരീറ്റോ ചാർട്ട് യൂസ് ചെയ്യുന്നത്? വെൻ അനലൈസിങ് ഡാറ്റ എബൌട്ട് ദി ഫ്രീക്വൻസി ഓഫ് പ്രോബ്ലം ഓർ കോസസ് ഇൻ എ പ്രോസസ്സ്. നമ്മൾ ഡാറ്റകൾ അനലൈസ് ചെയ്യുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ആ ഓർഗനൈസേഷൻ നേരിടേണ്ടി വരുന്ന ആ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പരീറ്റോ ചാർട്ട് ഉപയോഗിക്കുന്നു. വെൻ ദെയർ ആർ മെനി പ്രോബ്ലം ഓർ കോസസ് ആൻഡ് യു വാണ്ട് ടു ഫോക്കസ് ഓൺ ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്. ഒരുപാട് പ്രോബ്ലംസ് ഓർഗനൈസേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ പരീറ്റോ ചാർട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് വെൻ അനലൈസിങ് ബ്രോഡ് കോസസ് ബൈ ലുക്കിംഗ് അറ്റ് ദെയർ സ്പെസിഫിക് കമ്പോണൻസ്. ഏത് ഘടകം, പ്രത്യേകമായിട്ടുള്ള ഏത് ഘടകത്തിനെയാണോ നമ്മൾക്കവിടെ അനലൈസ് ചെയ്യേണ്ടത്, ആ അനലൈസ് ചെയ്യേണ്ട ആ ഘടകത്തിൽ വരുന്ന ബ്രോഡ് കേസ്, ഏറ്റവും വലിയ രീതിയിലുള്ള കോസസ് എന്താണ്, കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പരീറ്റോ ചാർട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് വെൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ് അബൌട്ട് യുവർ ഡാറ്റ. നമ്മളുടെ ഡാറ്റ, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെക്കുറിച്ച് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പരീറ്റോ ചാർട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വാളിറ്റി ടൂൾ എന്ന് പറയുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രമാണ്. ദി കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രം ഈസ് ഓൾസോ കോൾഡ് ദി ഫിഷ് ബോൺ ചാർട്ട്. കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രത്തിനെ ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിന് മീനിൻ്റെ മുള്ളിൻ്റെ രൂപമാണ് ഈ ചാർട്ടിനുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ഫിഷ് ബോൺ ചാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് മോസ്റ്റ് ഫ്രീക്വൻറ്റ് യൂസ് ഈസ് ടു ലിസ്റ്റ് ദി കോസ് ഓഫ് പർട്ടിക്കുലർ പ്രോബ്ലംസ്. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തുടങ്ങി അവസാനം വരെ കൊടുക്കുന്ന പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. എപ്പോഴാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്? വെൻ ഐഡൻറ്റിഫൈയിങ് പോസിബിൾ കോസസ് ഫോർ എ പ്രോബ്ലം. അതായത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ എന്തൊക്കെ സാധ്യതകളാണ്, ആ കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാമിൻ്റെ ഡ്യൂട്ടി. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എസ്പെഷ്യലി വെൻ എ ടീംസ് തിങ്കിങ് ടെൻസ് ടു ഫെയിൽ ഇൻ ടു റട്സ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ ഒരു ടീം ചിന്തിക്കുകയാണ് നമ്മൾ ഉറപ്പായിട്ടും ഒരു ഊരിപ്പോവാനാവാത്ത അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കുഴിയിൽ നമ്മൾ അകപ്പെട്ടു പോകുമെന്നൊരു ചിന്ത അവരിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്ന ഡയഗ്രമാണ് കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് പാളികളാക്കൽ എന്നതാണ് അതിൻ്റെ അർത്ഥം. സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് എ ടെക്നിക് യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ ഡാറ്റ അനാലിസിസ് ടൂൾസ്. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. അതേപോലെ തന്നെ മറ്റ് ക്വാളിറ്റി ടൂൾസിൻ്റെ എല്ലാം കൂടി കോമ്പിനേഷനായിട്ട് എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഫ്ലോ ചാർട്ട് ഓർ റൺ ചാർട്ട്. ഇതിനെ ഫ്ലോ ചാർട്ട് എന്നും റൺ ചാർട്ട് എന്നും അറിയപ്പെടുന്നു. സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് എ വേ ഓഫ് ഡിവൈഡിങ് എ ഹോൾ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഇൻറ്റു സബ് ഗ്രൂപ്പ്സ്. സ്ട്രാറ്റിഫിക്കേഷനിൽ നമ്മൾ ചെയ്യുന്നത് മൊത്തം ഗ്രൂപ്പിനെ നമ്മൾ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്ന
അവലോകനമാണ് നമ്മളവിടെ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന ക്വാളിറ്റി ടൂളിൽ ചെയ്യുന്നത്. എപ്പോഴാണ് ഈ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന ടൂള് ഉപയോഗപ്പെടുത്തുന്നത്? ഫസ്റ്റ് പോയിന്റ്, ബിഫോർ കളക്ടിങ് ഡാറ്റ. നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന ക്വാളിറ്റി ടൂള് ഉപയോഗിക്കപ്പെടുന്നു. സെക്കൻഡ് പോയിന്റ്, വെൻ ഡാറ്റ കം ഫ്രം സെവറൽ സോഴ്സസ് ഓർ കണ്ടീഷൻസ് സച്ച് ആസ് ഷിഫ്റ്റ്, ഡേ ഓഫ് ദി വീക്ക്, സപ്ലയേഴ്സ് ഓർ പോപ്പുലേഷൻ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേയധികം വലിയ രീതിയിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ അതിനെ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, വെൻ ഡാറ്റ അനാലിസിസ് മേ റിക്വയർ സെപ്പറേറ്റിംഗ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓർ കണ്ടീഷൻസ്. ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഇതേപോലെ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നോ കണ്ടീഷൻസിൽ നിന്നോ നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ കളക്ഷൻ നമ്മൾക്ക് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന ക്വാളിറ്റി ടൂൾ ഉപയോഗപ്പെടുത്തുന്നു. നെക്സ്റ്റ് പോയിന്റ്, സ്കാറ്റർ ഡയഗ്രാം. എ സ്കാറ്റർ ഡയഗ്രാംസ് ഇസ് എ ഗ്രാഫ് that helps you visualize the relationship between two variables. മാറ്റം വരുത്താൻ കഴിയുന്ന രണ്ട് വിഭേദകങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ഗ്രാഫായി കാണിക്കുന്നതിനെയാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് വെദർ വൺ വേരിയബിൾ ഈസ് റിലേറ്റഡ് ടു അനദർ വേരിയബിൾ ആൻഡ് ഈസ് ആൻ ഇഫക്റ്റീവ് വേ ടു കമ്മ്യൂണിക്കേറ്റ് ദി റിലേഷൻഷിപ്പ്. അതായത് ഇത് ഏത് സമയത്താണ് ഇത് ഉപയോഗപ്പെടുത്തുക എന്ന് വെച്ചാൽ, ഒരു വേരിയബിൾ, ഒരു വിഭേദകം മറ്റൊരു വേരിയബിളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതിനും അതേപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പ് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗപ്പെടുത്തുന്നു. ഈ ടൈപ്സ് ഓഫ് കോറിലേഷൻ ഉണ്ട്. അതായത് ഇവ തമ്മിലുള്ള സഹബന്ധങ്ങളെ കുറിച്ചിട്ട് പറയുന്ന 4 തരത്തിലുള്ള സഹബന്ധങ്ങളെ കുറിച്ചിട്ട് നമ്മൾക്ക് സ്കാറ്റർ ഡയഗ്രാമിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ അതിൽ പോസിറ്റീവ് ആൻഡ് ലിനിയർ കോറിലേഷൻ, സെക്കൻഡ് വൺ നെഗറ്റീവ് ആൻഡ് ലിനിയർ കോറിലേഷൻ, തേർഡ് വൺ നെഗറ്റീവ് നോൺ ലീനിയർ കോറിലേഷൻ, ഫോർത്ത് വൺ കോറിലേഷൻഷിപ്പ്. ഈ 4 സഹബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം വർക്ക് ചെയ്യുന്നത്. വെൻ ടു യൂസ്, വെൻ യു ഹാവ് പെയർഡ് ന്യൂമറിക്കൽ ഡാറ്റ. നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റ സംഖ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഡാറ്റയാണെങ്കിൽ നമ്മൾ അതിനെ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗപ്പെടുത്തുന്നു. സെക്കൻഡ് പോയിന്റ്, വെൻ യുവർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മേ ഹാവ് മൾട്ടിപ്പിൾ വാല്യൂസ് ആൻഡ് ഈച്ച് വാല്യൂ ഹാസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന വേരിയബിൾ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ, അതിന് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടെങ്കിൽ, ഒന്നിലധികമായിട്ടുള്ള മൂല്യങ്ങളുണ്ടെങ്കിൽ, ഈച്ച് വാല്യൂ ഹാസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, അതിലുള്ള ഓരോരോ മൂല്യവും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിരിക്കും, സ്വതന്ത്രമായിട്ടുള്ള വിഭേദകങ്ങളായിരിക്കും. അടുത്ത പോയിന്റ് പറയുന്നത്, വെൻ ട്രയിങ് ടു ഡിറ്റർമൈൻ വെദർ ദി ടു വേരിയബിൾസ് ആർ റിലേറ്റഡ്. ട്രയിങ് ടു, നമ്മളവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്, വെദർ ദി ടു വേരിയബിൾസ് ആർ റിലേറ്റഡ്. ആ 2 വേരിയബിൾസും തമ്മിൽ ബന്ധമുണ്ടെന്നവിടെ സ്ഥാപിക്കാനും സ്കാറ്റർ ഡയഗ്രാം ഉപയോഗപ്പെടുത്തുന്നു. നെക്സ്റ്റ് പോയിന്റ്, വെദർ ദി ടു വേരിയബിൾസ് ആർ റിലേറ്റഡ് സച്ച് ആസ് വെൻ ട്രയിങ് ടു ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ റൂട്ട് കോസസ് ഓഫ് പ്രോബ്ലംസ്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, സ്കാറ്റർ ഡയഗ്രാം മറ്റൊരു രീതിയിൽ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. എന്താണ് പൊട്ടൻഷ്യൽ റൂട്ട് കോസസ്, എവിടെ നിന്നാണ് ഈ പ്രോബ്ലം വന്നിട്ടുള്ള വഴികൾ ഏതാണ്, ഏത് വേരിൽ നിന്നാണെന്ന് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ, മനസ്സിലാക്കാൻ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗപ്പെടുത്തുന്നു. വെൻ ഡിറ്റർമൈനിങ് വെദർ two effects that appears to be related both occur with the same cause. ചില സമയത്ത് 2 ഇഫക്റ്റുകൾ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ രണ്ടും തമ്മിലുള്ള ബന്ധവുമുണ്ടെങ്കിൽ, രണ്ടിൻ്റെയും കാരണം ഒന്ന് തന്നെയാവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗപ്പെടുത്തുന്നു. നെക്സ്റ്റ് പോയിന്റ്, വെൻ ടെസ്റ്റിംഗ് ഫോർ ഓട്ടോ കോറിലേഷൻ ബിഫോർ കൺസ്ട്രക്റ്റിംഗ് എ കൺട്രോൾ ചാർട്ട്. കൺട്രോൾ ചാർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. അതായത് ഈ തമ്മിലുള്ള സഹബന്ധത്തെക്കുറിച്ചിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് നടത്താനും സ്കാറ്റർ ഡയഗ്രാം സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, കൺട്രോൾ ചാർട്ട്. കൺട്രോൾ ചാർട്ട് ഈസ് എ ലൈൻ ചാർട്ട് വിച്ച് കൺട്രോൾ ലിമിറ്റ്സ് ഓൾസോ കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ. കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ലൈൻ ചാർട്ടാണ്. അതേപോലെ തന്നെ അതിന് നിയന്ത്രിതമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോളിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അതിനെ കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത്. കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾ ഡാറ്റ ആർ യൂസ്ഡ് ഇൻ പെയേഴ്സ്. കൺട്രോൾ ചാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിഭേദക ഡാറ്റകളൊക്കെ തന്നെ അത് പെയേഴ്സ് ആയിരിക്കും, ഇരട്ടകളായിരിക്കും. ദി ടോപ്പ് ചാർട്ട് മോണിറ്റേഴ്സ് ദി ആവറേജ് ഓർ ദി സെൻറ്ററിങ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ ഫ്രം ദി പ്രോസസ്.
ദി ബോട്ടം ചാർട്ട് മോണിറ്റേഴ്സ് ദി റേഞ്ച് ഓർ ദി വിഡ്ത്ത് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. ഒരു കൺട്രോൾ ചാർട്ടിൻ്റെ ഏറ്റവും മുകളിൽ തരുന്ന ഭാഗം അതിൻ്റെ ആവറേജും ആ ഡാറ്റയുടെ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ ആവറേജും അതേപോലെ തന്നെ അതിൻ്റെ ബോട്ടം ചാർട്ട് മോണിറ്റർ ചെയ്യുന്നത് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ റേഞ്ചുമാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. വെൻ ടു യൂസ്, എപ്പോഴൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചാർട്ട് യൂസ് ചെയ്യുന്നത്? വെൻ കൺട്രോളിങ് ഓൺ ഗോയിങ് പ്രോസസ്സസ് ബൈ ഫൈൻഡിങ് ആൻഡ് കറക്റ്റിംഗ് പ്രോബ്ലംസ് ആസ് ദേ ഒക്കർ. അതായത് നമ്മൾ ഓൺ ഗോയിങ് പ്രോസസ്സിൽ കറക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്മൾ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ കൺട്രോൾ ചാർട്ട് ഉപയോഗപ്പെടുത്തുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, വെൻ പ്രെഡിക്റ്റിംഗ് ദി എക്സ്പെക്റ്റഡ് റേഞ്ച് ഓഫ് ഔട്ട്കംസ് ഫ്രം എ പ്രോസസ്സ്. ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്ന എക്സ്പെക്റ്റഡ് റേഞ്ച് ഓഫ് ഔട്ട്കംസ്, എത്രത്തോളം നമ്മൾക്ക് അതിൽ നിന്നും ഔട്ട്കം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രവചിക്കാനും നമുക്ക് കൺട്രോൾ ചാർട്ട് ഉപയോഗിക്കാം. വെൻ ഡിറ്റർമൈനിങ് വെദർ എ പ്രോസസ് ഈസ് സ്റ്റേബിൾ. അതായത് ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു പ്രോസസ്സ് സ്റ്റേബിൾ ആണെങ്കിൽ, അത് സ്ഥിരമാണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യാനും കൺട്രോൾ ചാർട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പോയിൻറ്റ്, വെൻ അനലൈസിങ് പാറ്റേൺസ് ഓഫ് പ്രോസസ് വേരിയേഷൻ ഫ്രം സ്പെഷ്യൽ കോസസ് ഓർ കോമൺ കോസസ്. പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളോ പൊതുവായിട്ടുള്ള കാരണങ്ങളോ അനലൈസ് ചെയ്യാൻ നമ്മൾ കൺട്രോൾ ചാർട്ട് ഉപയോഗപ്പെടുത്തുന്നു. നെക്സ്റ്റ് പോയിൻറ്റ്, വെൻ ഡിറ്റർമൈനിങ് വെദർ ദി ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ് ഷുഡ് എയിം ടു പ്രിവെൻറ്റ് സ്പെസിഫിക് പ്രോബ്ലംസ്. സ്പെസിഫിക് പ്രോബ്ലംസ്, ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ ആ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ കമ്പനിക്ക്, ആ ഓർഗനൈസേഷന് ഒരു ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്നത് കൺട്രോൾ ചാർട്ടാണ്. ക്വാളിറ്റി ടൂൾസിൽ ഒരു ഓർഗനൈസേഷന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ക്വാളിറ്റി ടൂൾസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.